കേരള രാഷ്ട്രീയം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. 8.5 വർഷത്തെ പിണറായിസം അവസാനിപ്പിച്ചുകൊണ്ട് പിണറായിസത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരംഭിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഗവൺമെന്റ് തങ്ങളെ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ജനങ്ങളെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്, എത്രമാത്രം ജനവിരുദ്ധ മനുഷ്യത്വ വിരുദ്ധ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ പത്രം കാണുമ്പോൾ അറിയാൻ കഴിഞ്ഞ വാർത്ത കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും ജീവിതത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതുമായ വാർത്തയാണ്. ഇവിടെ ഇരിക്കുന്ന പത്രപ്രതിനിധികൾ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കൊട്ടിഘോഷിക്കപ്പെട്ട കീർത്തി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ബോർഡിന്റെ സഹായത്തോടു കൂടി കേരളത്തിൽ നിർമ്മിച്ചിട്ടുള്ള മുഴുവൻ റോഡുകൾക്കും പാലങ്ങൾക്കും ടോള് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് ഇന്ന് കണ്ട വാർത്ത. ആ വാർത്തക്ക് അടിസ്ഥാനമുണ്ട്. മന്ത്രിസഭാ യോഗം വളരെ സ്വകാര്യമായി എങ്ങനെയാണോ കേരളത്തിലെ വനനിയമ ഭേദഗതി ബില്ല് കേരളത്തിന്റെ നിയമസഭയിൽ ആരും കാണാതെ ഒളിച്ചു കിടത്തി പാസാക്കിയെടുക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിച്ചിരുന്നെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പ് പോലെയാണ് ഈ പറയുന്ന തീരുമാനം ഗവൺമെന്റ് എടുത്തു വച്ചിരിക്കുന്നത്. ഏത് നിലക്കാണ് കേരളത്തിലെ ജനങ്ങളോട് ഈ വിഷയം പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ഗവൺമെന്റിന് കഴിയുക എന്ന് നമുക്കാർക്കും അറിയില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. വിലക്കയറ്റം ജീവിതത്തിന്റെ സകല മേഖലകളെയും ബാധിച്ചിരിക്കുന്നു എന്ന് കുടുംബം പോറ്റുന്ന നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു നിലപാടും സ്വീകരിക്കാത്ത ഒരു ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള ടാക്സുകളും കഴിഞ്ഞ 5-6 മാസമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കെട്ടിട നികുതിയും പെർമിറ്റും 10 ഇരട്ടി വർദ്ധിപ്പിച്ച ലോകത്തെ ഏറ്റവും ചരിത്രം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് നമുക്ക് അറിവുള്ളതാണ്. ജനങ്ങൾ അതിശക്തമായി പ്രതികരിച്ചപ്പോൾ ചെറിയ വിട്ടുവീഴ്ചകൾ നൽകി. ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഭൂനികുതികൾ ഓരോ വർഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ സകല മേഖലകളും വഴിമുട്ടുമ്പോ ഭൂമി വിറ്റിട്ടെങ്ങനെയും കടം വീട്ടാൻ പരിശ്രമിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ ഭൂമി വിൽക്കാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലുമ്പോ അവിടുത്തെ ഈ ഫീസുകൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുക. മനുഷ്യനോട് ഒരു കാരുണ്യവും കാണിക്കാതെ സകല മേഖലകളിലും മനുഷ്യരെ പിഴിഞ്ഞ് മനുഷ്യരുടെ നിത്യജീവിതം തന്നെ ദുസ്സഹമാക്കുക. അതോടൊപ്പം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അഴിമതിക്കായിട്ട് ചില പദ്ധതികൾ കൊണ്ടുവരികയാണ്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ പത്രസമ്മേളനം പാലക്കാട് ആരംഭിക്കാൻ പോകുന്ന ബ്രൂവറിയുമായി ബന്ധപ്പെട്ടതാണ്. പച്ചയായി മനുഷ്യരെ വെല്ലുവിളിച്ചുകൊണ്ട് അഴിമതി നടത്താൻ ഒരു മടിയുമില്ലാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഒരു കൊള്ള സംഘമായി കേരളത്തിലെ ഗവൺമെന്റ് മാറുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ്. പാലക്കാട് ഞങ്ങൾ എന്ത് വില കൊടുത്തു, ഞങ്ങൾ ബ്രൂവറി സ്ഥാപിക്കും. പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളം പരിപൂർണമായും മുട്ടിയാൽ പോലും ഞങ്ങൾക്കത് ബാധകമല്ല. ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെങ്കിൽ അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ നടപ്പിലാക്കും. അതിന് പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിക്കുമെന്ന ദാർഢ്യത്തോടു കൂടി പെരുമാറുന്ന പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയും ഗവൺമെന്റും കേരളത്തിൽ നിലനിൽക്കുകയാണ്. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളത്, ഇതേ അവസ്ഥയായിരുന്നു കഴിഞ്ഞ 10-16 വർഷം മുമ്പ്
പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നത്. പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ പരിപൂർണമായി മറന്നുകൊണ്ട് ആ പാർട്ടിക്കാർ ഗവൺമെന്റിന് പിന്തുണ നൽകിയ കർഷകരെ പരിപൂർണമായും മാറ്റി നിർത്തിക്കൊണ്ട് 10,000-ഓളം ഏക്കർ ഭൂമി വരുന്ന കാർഷിക ഭൂമി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കോർപ്പറേറ്റിന് തീരെഴുതി കൊടുക്കാൻ അന്നത്തെ ഗവൺമെന്റ് പശ്ചിമ ബംഗാളിൽ നടത്തിയ ശ്രമമാണ് ചിങ്കോറിലുണ്ടായ വെടിവെപ്പും മരണവും നമുക്കറിയാം. എന്താണ് അതിന്റെ പരിണിത ഫലം? ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്ത വിധം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നിഷ്കാസിതമായ ആ കാഴ്ച ഇന്നും തുടരുകയാണ്. അവിടത്തേക്കാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഈ CPM-ഉം ഈ ഗവൺമെന്റും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചകളില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പിണറായി സത്തോടൊപ്പം നിൽക്കുന്നവർ മാത്രം മതി ഈ പാർട്ടിയെ നിയന്ത്രിക്കാനെന്നുള്ള ആ തീരുമാനത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് ലോക്കൽ സെക്രട്ടറി തൊട്ട് ഏരിയ സെക്രട്ടറി തൊട്ട് ജില്ലാ സെക്രട്ടറി തൊട്ട് സംസ്ഥാന സെക്രട്ടറിയും സെക്രട്ടേറിയറ്റും ഉൾപ്പെടെ പോളിറ്റ് ബ്യൂറോയും ഉൾപ്പെടെ പിണറായി സത്തോടൊപ്പം നിൽക്കാം, ഈ അഴിമതികൾക്ക് കൂട്ടുനിൽക്കാം. ഈ ഗവൺമെന്റിന്റെ മനുഷ്യത്വരഹിതമായ തീരുമാനങ്ങളെ ന്യായീകരിക്കുന്ന പാർട്ടി ലീഡർഷിപ്പ് മാത്രം മതി കേരളത്തിൽ എന്ന തീരുമാനം ഈ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലമായി വരാൻ പോകുന്നത് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളകിയ ഘടകകക്ഷികൾ ഓരോന്നായി വിട്ടുപോകാൻ ആലോചിക്കുകയാണ്. ഘടകകക്ഷികളുടെ മന്ത്രിമാരെപ്പോലും തീരുമാനിക്കാനുള്ള അധികാരം പിണറായിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമാണ് എന്ന പുതിയ ഒരു തത്വസംഹിത കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NCPയുടെ വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇന്നലെ ചേർന്ന RJD അവർ അതിശക്തമായിട്ട് ഈ പറയുന്ന ബ്രൂവറി വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു നയമുണ്ടായിരുന്നു. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ മദ്യവ്യവസായം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാതലായ മാറ്റം ആ മദ്യനയത്തിൽ ഇടതുപക്ഷം എടുക്കുമ്പോൾ എന്തുകൊണ്ട് അത് ഇടതുപക്ഷത്ത് മുന്നണിയിൽ ആലോചിച്ചില്ല എന്ന ചോദ്യമാണ് ഘടകകക്ഷികൾ ഉയർത്തുന്നത്. അതിന് ഉത്തരവില്ല. CPI-യും ഇതേ വാദഗതി ഉയർത്തിയിരിക്കുകയാണ്. പക്ഷേ CPI-യുടെ വാദഗതികൾ കേരളത്തിലെ ജനങ്ങളാരും അത് കണക്കിലെടുക്കാറില്ല. കാരണം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ CPI-യുടെ നിലപാടിലുള്ളതാണ്. തൃശ്ശൂരിലെ പൂരക്കലക്കലും തൃശ്ശൂരിലെ പാർലമെന്റ് സീറ്റിൽ BJPക്ക് സീറ്റ് കിട്ടലുമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിവുള്ളതാണ്. വലിയ രീതിയിൽ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അതേ CPI ഒരു ഘട്ടം വരുമ്പോ ആ തോണി മറിയുന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിഷേധങ്ങൾ അവസാനിച്ചത് നമ്മൾ കണ്ടതാണ്. ബ്രൂവറിയുടെ പേരിലും CPI എടുക്കുന്ന നിലപാടിൽ വലിയ മാറ്റങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കൂട്ടുകച്ചവടത്തിലെ പ്രധാന ഘടകകക്ഷിയായിക്കൊണ്ട് CPM-ന്റെ പിണറായി സത്തോടൊപ്പം CPM-ന്റെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടൊപ്പം ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു ഘടകമായി CPI അധപ്പതിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടെ അധപ്പതനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഗവൺമെന്റിനെ നയിക്കുന്ന ഒരു മന്ത്രിസഭയും ഒരു മുന്നണിയും തന്നെ ഈ വിഷയങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോഴും ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി കേരളത്തിലെ ജനങ്ങളെയും പ്രതിപക്ഷത്തെയും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന പത്രമാധ്യമങ്ങളെയും കളിയാക്കുന്ന പ്രതികരണമാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പുതിയ സംസ്കാരമായി കേരളത്തിൽ ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രിയുടെ നേരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കൃത്യമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിലെ പോലീസിൽ അകത്ത് നടക്കുന്ന അഴിമതിയും ഏകാധിപത്യവും ജനപക്ഷപാതവും ADGP അജിത് കുമാർ അടക്കമുള്ള അഴിമതികളും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അക്കമിട്ടുകൊണ്ട് തുറന്നു കാണിച്ചൊരു ഘട്ടം കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പത്രമാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി? ചിരിച്ചു തള്ളുക എന്ന പ്രതികരണം. ആ അതേ പ്രതികരണത്തിലേക്ക് കേരളത്തിന്റെ എക്സൈസ് മന്ത്രി മാറിയിരിക്കുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. ജനങ്ങളുടെ വികാരങ്ങൾക്ക്, ജനങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക്
ഒരു വിലയും കൽപ്പിക്കാതെയുള്ള മുന്നോട്ട് പോക്കാണ്. ഇത് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേരളത്തിലെ 62 കർഷക സംഘടനകൾ ഇടുക്കിയിൽ ഒരു യോഗം ചേരുകയുണ്ടായി. കേരളത്തിലെ ഏകദേശം 111ഓളം സ്വതന്ത്ര കർഷക സംഘടനകൾ ഈ പറയുന്ന കാസർഗോഡ് തൊട്ട് കന്യാകുമാരിയുടെ ബൗണ്ടറി വരെയുള്ള പശ്ചിമഘട്ടത്തിന്റെ പ്രദേശങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. കേരളത്തിലെ 33 മണ്ഡലങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് ഈ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. മറ്റൊരു 30 മണ്ഡലങ്ങളെ ഭാഗികമായിട്ട് വന്യമൃഗ വിഷയങ്ങള് ഇവിടെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വന്യമൃഗങ്ങളെ മനുഷ്യരിൽ നിന്ന്, ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരു നിലപാടും എടുക്കാത്ത ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിക്കുന്നത് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് നൽകിയിരുന്ന ഒട്ടനവധി ആശ്വാസങ്ങൾ ഉണ്ടായിരുന്നു, ഒട്ടനവധി ഗ്രാന്റുകൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രാന്റുമില്ല, ഒരു സപ്പോർട്ടും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഈ കൃഷിയിൽ പിടിച്ചു നിൽക്കാൻ പരിശ്രമിക്കുന്ന കേരളത്തിലെ കർഷകരുടെ നെഞ്ചിലേക്ക് ഇടുക്കിയ പോലെയാണ് ഈ പറയുന്ന പുതിയ വനനിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഈ ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 1,30,00,000 ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ ഗവൺമെന്റിന്റെ ഈ ചെടികൾക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ കർഷകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് സർക്കാർ എടുക്കുന്ന ഈ നിലപാടുകൾ, ആ നിലപാടുകളെ മാറ്റിയെടുപ്പിക്കാനുള്ള വലിയ പരിശ്രമം കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ചും മലയോര മേഖല ജനങ്ങൾ ഒന്നടങ്കം ഈ ഗവൺമെന്റിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെ പോരാടുകയാണ്. ഇന്ന് നടന്ന യോഗത്തിൽ ഈ പറയുന്ന ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളെ ഒട്ടനവധി പറയുന്ന തൊഴിലാളി നേതാക്കന്മാർ സംബന്ധിക്കുകയും നേരിൽ കാണുകയും ചെയ്തു. കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിലെ ഏകദേശം 7 ലക്ഷത്തോളം വരുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഒരു പൈസയുടെ വർധനവ് അവരുടെ തൊഴിൽ രംഗത്ത് നൽകാത്ത ഗവൺമെന്റാണ് കടന്നു പോകുന്നത് എന്ന് അങ്ങേയറ്റം വേദനാജനകമായ അന്തരീക്ഷമാണ്. തൊഴിലോ ഇല്ല, ഉള്ള തൊഴിലിന് അവർക്ക് ആവശ്യമായ ന്യായമായ തൊഴിൽ വേതനം പോലും വാങ്ങിക്കൊടുക്കാൻ ഈ പറയുന്ന തോട്ടം തൊഴിലാളി മേഖലയിലെ CPM-ന്റെ CIT ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ളവരെല്ലാം ഈ പറയുന്ന തോട്ടം മുതലാളിമാരുടെ ഏജന്റുമാരായി മാറിക്കഴിഞ്ഞ് തോട്ടം മുതലാളിമാർക്കൊപ്പമാണ് എന്ന് പരിഗണിക്കുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എക്കാലത്തും പിന്തുണ നൽകിയിരുന്ന തോട്ടം തൊഴിലാളികളുടെ അവസ്ഥാവിശേഷം ഇതാണ്. ഓരോ മേഖല എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും അതാണ്. കേരളത്തിലെ മനുഷ്യർക്ക്, ഇന്ത്യയിലെ മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്ന കർഷകരാണ് ഈ അവസ്ഥയിൽ വന്നു പോയിട്ടുള്ളത്. അവരുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഒന്നും ചർച്ച നടത്താൻ പോലും ഈ പറയുന്ന ഗവൺമെന്റിന് ഇന്നുവരെ സാധിച്ചിട്ടില്ല. കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള പെൻഷൻ മാസങ്ങളായി കൊടുക്കാൻ ബാക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ 2020 ശേഷം കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതി നമുക്കറിയാം. ഒരാൾക്ക് പോലും 2020 ശേഷം ഇവിടെ ഒരു പുതിയ അപേക്ഷ ക്ഷണിക്കാനോ 2020 ശേഷമുള്ള അപേക്ഷകളിൽ ഒരു വീടെങ്കിലും കൊടുക്കാനോ ഈ ഗവൺമെന്റിന് കഴിഞ്ഞ 4 വർഷമായി സാധിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഓരോ പഞ്ചായത്തിലും 500-ഉം 1000-ഉം 2000-ഉം വീടിന് വേണ്ടിയുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. തുടങ്ങി വെച്ച പണികൾ പൂർത്തിയാക്കാൻ പണം നൽകാനില്ല. സർക്കാർ മേഖലയിലുള്ള പിരിച്ചെടുക്കേണ്ട ഒരു പൈസയും പിരിച്ചെടുക്കുന്നില്ല. പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് പണം ലഭ്യമാകുന്ന മനുഷ്യരെ അടിച്ചേൽപ്പിച്ച് പണം പിരിക്കുന്നതിലേക്ക് ടോളടക്കം ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ പിരിഞ്ഞു കിട്ടാനുള്ള കോടാനക്കോടി രൂപയുണ്ട്. ഇവിടെ ഇരിക്കുന്ന പത്രമാധ്യമ പ്രവർത്തകരെ നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിക്കണം. കേരളത്തിൽ 1500-ഓളം കോഴികളും ക്രഷറുകളും ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്. എന്തിനാണ് പൂട്ടിവെച്ചിരിക്കുന്നത്? അവർക്ക് കൊടുത്തിരുന്ന ലൈസൻസിൽ അവർക്ക് പൊട്ടിക്കാൻ അവകാശപ്പെട്ടിരുന്ന പാറയിൽ കോഴിയിൽ അവർക്ക് നൽകിയ അളവിലധികം പൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. അതവർ അംഗീകരിക്കുന്നുണ്ട്. അവരധികമായി പൊട്ടിച്ച പാറക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഫൈനടക്കം, പെനാൽറ്റി അടക്കം അത് അടച്ചു തീർത്ത ലൈസൻസ് പുതുക്കി കിട്ടാൻ കാത്തിരിക്കുന്ന 1500-ഓളം കോഴികളും ക്രഷറുകളുമുണ്ട്. ഏകദേശം
അതൊരു തീരുമാനത്തിൽ എത്തിച്ചു കൊടുത്താൽ 5-8,000 കോടി രൂപ പിരിച്ചെടുക്കാൻ, ആ ഫൈൻ അടക്കാൻ അവർ തയ്യാറാണ് എന്ന് കേരളത്തിലെ കോറി അസോസിയേഷൻ നേരിട്ടിരുന്നു പറയുമ്പോ അതിലേക്ക്, ആ കണക്കിലേക്ക് നോക്കുന്നില്ല. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില കോറി ലോബികൾക്ക് മാത്രമാണ് കേരളത്തിൽ നിന്ന് ഈ കോറി പ്രവർത്തനം നടത്താൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വരുന്ന, ദിവസവും കടന്നു വരുന്ന ആയിരക്കണക്കിന് ലോഡ് കോറിയും മെറ്റലും മണലും കേരളത്തിന്റെ മുഴുവൻ ബൗണ്ടറികളിലൂടെയും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഈ സാധനങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ 5 പൈസ GST കിട്ടാനില്ല, 5 പൈസ മറ്റു രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനില്ല. ഈ വരുമാനം മുഴുവൻ ഇവിടെ കേരളത്തിലേക്ക് കിട്ടുന്ന 100-150 കോടിയുടെ വരുമാനം ഒരു ദിവസം ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട വരുമാനങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു. പർപ്പസ്ഫുള്ളി എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ലിമിറ്റഡായി പ്രവർത്തിക്കുന്ന കോറി മുതലാളിമാർക്ക് കോറി നടത്തുക എന്ന ഒരൊറ്റ ദുരുദ്ദേശത്തോടു കൂടിയാണ്. 8 രൂപയാണ് ഈ ഒരാഴ്ച ഈ പറയുന്ന കോറികൾ ഇവിടെ വിലയിരുത്തിക്കൊണ്ട് വന്നത്. ഇവിടെ നടക്കുന്ന നാഷണൽ ഹൈവേയുടെ പണികളുണ്ട്, മെറ്റീരിയൽസ് കിട്ടാനുള്ളതെന്ന് പരാതിയുണ്ട്. അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കാൻ ഇന്ന് കേരളത്തിൽ സർക്കാർ നൽകി ലൈസൻസോട് കൂടി പെനാൽറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കോറികളിൽ നിന്ന് അവർക്ക് ആവശ്യമായ കല്ല് കൊടുത്താൽ കോടിക്കണക്കിന് രൂപ ഇവിടെ നമ്മൾക്ക് GST കിട്ടും. 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. ആയിരക്കണക്കിന് ട്രക്ക് ഡ്രൈവർമാർ പട്ടിണിയിലാണ്. അവരുടെ വാഹനങ്ങൾ മുഴുവൻ ജപ്തി ചെയ്തു പോകുന്നു. കേരളത്തിൽ ഒരാൾക്കും ഒരു തൊഴിലുമില്ലാതെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഗവൺമെന്റ് പുതിയ ഓർഡർ ഇറക്കിയിരിക്കുന്നത്. എന്താണ് ഓർഡർ? നാഷണൽ ഹൈവേക്ക് വേണ്ടി കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഈ പറയുന്ന അന്തർ സംസ്ഥാന ലോറികൾക്ക് കേരളത്തിലെ ഫോറസ്റ്റിൽ നിന്ന് അകത്ത് ഉള്ള പാറയടക്കം ഒരു പൈസ നൽകാതെ പൊട്ടിച്ചെടുക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു ഈ ഗവൺമെന്റ്. പത്രമാധ്യമങ്ങൾ കാണാതെ പോകരുത്. ഫോറസ്റ്റിലുള്ള പാറയടക്കം പൊട്ടിച്ചെടുക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു നിയമവും ബാധകമല്ല. 500 കോടി രൂപയുടെ മുകളിൽ ടെൻഡർ എടുത്ത പ്രവർത്തികൾക്ക്, ഈ പറയുന്ന കെട്ടിട നിർമ്മാണ വസ്തുക്കൾക്ക് ക്ഷാമമുണ്ടെങ്കിൽ അവിടെ റവന്യൂവിന്റെയോ ഫോറസ്റ്റിന്റെയോ കയ്യിൽ ഒഴിഞ്ഞ പാറയുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് പെർമിറ്റ് കൊടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നു ഈ ഗവൺമെന്റ്. എന്തഴിമതിയാണ്? ആരാണ് ഈ അഴിമതിക്ക് പിന്നിൽ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, മരുമകൻ റിയാസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ മാത്രമാണ് ഈ ആളുവരിപ്പാതയുടെ പണി നടക്കുന്നത്. കേരളത്തിൽ ഒരാൾക്കും ഒരു ബന്ധവുമില്ല. കേരളത്തിലെ പീഡപിടികളിനെ കുറിച്ച് അറിയില്ല. നടന്നുകൊണ്ടിരിക്കുന്ന പണി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപകടകരമായ അവസ്ഥയിൽ 10, 20, 30 മീറ്റർ ഉയരത്തിൽ മണ്ണ് കട്ട് ചെയ്ത്, ആ കട്ട് ചെയ്ത മണ്ണിന് കോൺക്രീറ്റ് ഭിത്തി പോലും നൽകാതെ താൽക്കാലികമായി സിമന്റ് കോൺക്രീറ്റ് സ്പ്രേ ചെയ്തുകൊണ്ട് നിർത്തി പലതും ഈ മഴക്കാലത്ത് ഇടിഞ്ഞു വീണത് നിങ്ങൾക്ക് കാണാം. കോടികളാണ് എഴുതി വാങ്ങുന്നത്. അന്വേഷിക്കാൻ ആളില്ല, നോക്കി പോകാൻ ആളില്ല, ആ ചെയ്തവർക്ക് അതിന്റെ മെഷർമെന്റ് എടുക്കാൻ ആളില്ല. ഒരു ബന്ധവും ഈ കേരളത്തിൽ ജനങ്ങൾക്ക് അതുമായിട്ടില്ല. ജനങ്ങൾ പൊതുസമൂഹം അത് അറിയുന്നില്ല, ഉദ്യോഗസ്ഥന്മാരത് അറിയുന്നില്ല. പരാതി നൽകിയാൽ പരാതി നൽകുന്നതിന് ഭീഷണിപ്പെടുത്താൻ ഒരു സംഘത്തെ ഈ പറയുന്ന കാസർഗോഡ് തൊട്ട് ഈ കന്യാകുമാരി അതിർത്തി വരെ ഈ ആളുവരിപ്പാത കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ പാർട്ടി നേതൃത്വത്തിൽ ഈ പറയുന്ന മരുമകൻ റിയാസിന്റെ ഗുണ്ടകളെ വിന്യസിച്ചിരിക്കുന്നു. പരാതി കൊടുത്തവർക്കാർക്കും ആ പ്രദേശത്ത് പിന്നെ ജീവിക്കാൻ കഴിയുന്നില്ല. പലതരത്തിലുള്ള ഭീഷണികളാണ്. കൊടുത്ത പരാതികൾ പിൻവലിപ്പിക്കുന്നു. ഈ രീതിയിൽ ഈ സമൂഹത്തെ ആകെ കൊള്ളയടിച്ച്, ഈ സമൂഹത്തെ ആകെ പ്രതിസന്ധിയിലാക്കി, കത്തുന്ന പുഴക്ക് ഊരുന്ന കളിക്കോലിലാവണമെന്ന് പണ്ടുള്ള നമ്മുടെ കാരണവന്മാർ പറയാറുണ്ട്. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സകല മേഖലകളിൽ നിന്നും കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം, അഴിമതി നടത്താൻ വേണ്ടി മാത്രമുള്ള പ്രോജക്ടുകൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ. ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജീവിക്കുന്ന നിങ്ങൾക്കറിയാം, കുടിവെള്ളം കിട്ടാൻ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ ഈ നഗരത്തിലെ ആളുകൾ. ഉൾപ്രദേശങ്ങളിലുള്ള വാർഡുകളിലുള്ള റോഡുകൾ പൊളിച്ച് തകർന്ന് തരിപ്പണമായിട്ട് ആളുകൾക്ക് ഉപയോഗശൂന്യമായി കിടക്കുന്നു. മഴ പെയ്താൽ ഒരാൾക്ക് ഉയരത്തിൽ വെള്ളം പൊങ്ങുന്ന പ്രദേശങ്ങളായി ഈ കോർപ്പറേഷന്റെ ചുറ്റുപാടുകൾ മാറിയിരിക്കുന്നു. 2 അടിയും 3 അടിയും വെള്ളം പൊങ്ങാത്ത ഒരു റോഡ് പോലും
ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്നാൽ വീട്ടിൽ നിന്ന് ഇന്ന് പുറത്തിറങ്ങിയാലും നിങ്ങൾ കാണുന്നത് കാണാവാക്കുന്നതും കാലത്ത് സൈനികം വെട്ടുന്നതും സ്ലാബിടുന്നതുമാണ്. പക്ഷേ ഒരിക്കലും തീരാത്ത പണികൾ, ആ പണികൾ ഒരിക്കലും ജനങ്ങൾക്ക് യോഗ്യമായിട്ടുള്ളതല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതല്ല. കോൺട്രാക്ടർമാർക്ക് പണമുണ്ടാക്കാൻ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും റീറ്റെയിൽ മാളുകളും ഡിസൈൻ ചെയ്യുന്ന ഒരു വിഭാഗമായി ഈ പറയുന്ന സകല മേഖലകളിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുന്നു. സകല മേഖലയിലും അഴിമതിയാണ്. റവന്യൂവിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. നിങ്ങളുടെ സ്വന്തമായ വർഷങ്ങളായി നിങ്ങൾ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം പറമ്പിന് നികുതി അടക്കണമെങ്കിൽ 10 പ്രാവശ്യം വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങണം. ഒറ്റ പ്രാവശ്യം കൊണ്ട് അരമണിക്കൂർ കൊണ്ട് വിഷയം തീർത്തു പോരാം. കൈമടക്ക് കൊടുക്കണം. അഴിമതിയുടെ കേന്ദ്രങ്ങളായി സംസ്ഥാനത്ത് മുഴുവൻ ഓഫീസുകളും മാറിയിരിക്കുന്നു. പൊതുപ്രവർത്തകർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല. സോഷ്യൽ ഓഡിറ്റിന് വിധേയമായിരുന്ന സർക്കാർ ഓഫീസുകളിൽ കാര്യങ്ങൾ പോയി അന്വേഷിച്ചാൽ അന്വേഷിക്കുന്നതിനെതിരെ കേസെടുക്കാൻ കാത്തു നിൽക്കുന്ന പോലീസാണ്. ആശുപത്രികളായ ആശുപത്രികൾ മുഴുവൻ എന്താണ് സ്ഥിതി? ഒരു സർക്കാർ ആശുപത്രിയിലും ഒരു പാരാസെറ്റമോൾ പോലും ഇല്ലാത്ത ആശുപത്രിയുടെ നാടായി നമ്മുടെ നാട് മാറുകയാണ്. സർക്കാർ നൽകേണ്ട പണം നൽകാത്തതിന്റെ പേരിൽ, വാങ്ങിയ സാധനങ്ങൾക്ക് കൃത്യമായ പണം കൊടുക്കാത്തതിന്റെ പേരിൽ സർക്കാരിലേക്ക് സപ്ലൈ ചെയ്തിരിക്കുന്ന മെഡിക്കൽ കമ്പനികൾ മുഴുവൻ ആ മെഡിക്കൽ സപ്ലൈ നിർത്തിവെച്ചിരിക്കുന്നു. മനുഷ്യർക്ക് ആശ്വാസം നൽകിയിരുന്ന ഇൻഷുറൻസ് പദ്ധതികൾ ഏത് ആശുപത്രിയിൽ ആർക്കാണെന്ന് സർക്കാരിന്റെ പിൻബലത്തിലുള്ള സഹായത്തോടു കൂടിയുള്ള ഇൻഷുറൻസുകൾ ലഭ്യമാകുന്നത്. സകലമായ മേഖലയിലും അഴിമതിയാണ്. തിരിഞ്ഞു നോക്കാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്ക് ഒരു ഒഴിവുമില്ല. പത്രപ്രസ്താവനകളിലും ഈ ജനങ്ങളെ പറ്റിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്നതിനപ്പുറം അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യരുടെ നിത്യജീവിതം പ്രയാസപ്പെടുന്ന ഈ ഘട്ടങ്ങളിലേക്ക്, ഈ മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ആളില്ല. പെൻഷനില്ല, മരുന്നില്ല, ഭക്ഷണമില്ല. റേഷൻ ഷാപ്പുകാരിക സമരത്തിലാണ്. അവർക്ക് പണം നൽകുന്നില്ല, അവർക്ക് കൂലി നൽകുന്നില്ല, അവർക്ക് കമ്മീഷൻ നൽകുന്നില്ല. സർക്കാരിന്റെ വിലക്കുറവുള്ള എല്ലാ സ്റ്റോറുകളും ഇന്ന് അവർ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം ആളുകൾ നടത്തുന്ന മേഖലയായി മാറുകയാണ്. 45 ലക്ഷം യുവാക്കളാണ് കേരളത്തിൽ തൊഴിലിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത്. ഒരാൾക്കും തൊഴിൽ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ നിന്നും ഒരു പദ്ധതിയുമില്ല. യുവാക്കൾ ഒന്നായി കേരളം വിടുകയാണ്. കേരളത്തിൽ യുവാക്കളുടെ സാന്നിധ്യം ഏത് ഗ്രാമങ്ങളിൽ പോയാലും നമുക്ക് കാണാൻ കഴിയാത്ത വിധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിൽ മനുഷ്യർ മൃഗങ്ങളെ പേടിച്ചിറങ്ങുന്നത് പോലെ തൊഴിലില്ലാതെ അങ്ങാടികളിലൂടെ ഭിക്ഷയാചിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ യുവത്വത്തെ തള്ളിവിട്ട ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ 50 വയസ്സും 55 വയസ്സായി 25-30 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തതാണ്. ഇന്നലെ ഞങ്ങളെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് പ്രാദേശികമായുള്ള ജനങ്ങൾ പൊതുപ്രവർത്തകരിൽ നിന്ന് പരാതി പറയുകയാണ്. എല്ലായിടത്തും അഴിമതിയാണ്. പിണറായിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് ഈ താൽക്കാലിക ജീവനക്കാരെ നിൽക്കുന്നത്. 10, 25, 30, 40 കൊല്ലമായി കാത്തിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു താൽക്കാലിക ജോലി 6 മാസമോ 1 വർഷമോ കിട്ടുമായിരുന്ന ആ സാഹചര്യം പോലും അവിടെ മാറ്റിവെച്ച് ഇവിടെ പരിപൂർണമായ സ്വപ്നപക്ഷപാതം നടത്തുകയാണ്. കേരളത്തിൽ നിരന്തരമായി സമരം നടത്തിക്കൊണ്ടിരുന്ന യുവജന പ്രസ്ഥാനങ്ങളെ നമ്മൾ കാണുന്നില്ല. ഡിവൈഎഫ്ഐയുടെ ശബ്ദം കേൾക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ, അവരുടെ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ, അവർക്കൊരു പന്തലിടാൻ, ഒരു കൊടി കെട്ടാൻ കേരളത്തിലെ ഇതിന് കരാറെടുക്കുന്ന കരാർ തൊഴിലാളികളെയും ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റിനെയും കൂട്ടുപിടിക്കേണ്ട ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം, ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന CPM അതിന്റെ യുവജന പ്രസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ ഗവൺമെന്റും പിണറായി വിജയനുമാണ് എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവിലേക്കുള്ള രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ജനങ്ങൾ ഒരു ചാൻസിന് വേണ്ടി, ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിൽ കാത്തു നിൽക്കുകയാണ്. അവർ മനസ്സിലൊതുക്കി വെക്കുന്ന ഈ വികാരങ്ങൾ മുഴുവൻ, ഈ വേദനകൾ മുഴുവൻ, അവരുടെ നഷ്ടബോധങ്ങൾ മുഴുവൻ
ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ വിശ്വാസത്തോടു കൂടി അധികാരത്തിലെത്തിച്ച കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾ അവരൊക്കെ പ്രതികാരദാഹത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിന് കാത്തു നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം മുന്നോട്ട് പോകുന്നത്. ആ ഇനിയുള്ള 10-15 മാസക്കാലം കേരളത്തിലെ ജനങ്ങൾ ആ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ നടത്തുന്ന ദുർഭരണത്തിനെതിരെ രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള സമരങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളും പ്രതിപക്ഷവും തയ്യാറാകേണ്ടതുണ്ട്. ആ പിണറായിസത്തിന്റെ അവസാനത്തെ ആണിക്കല്ലായി നിലമ്പൂരിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മാറുമെന്ന് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ എംഎൽഎഷിപ്പ് രാജിവെക്കുമ്പോൾ പലരും കൈക്ക് പിടിച്ചതാണ് പോകരുത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ മനോവികാരം അറിയാൻ ഈ ഗവൺമെന്റ് കേരളത്തിലെ പാവപ്പെട്ട കർഷകരോട്, കർഷക തൊഴിലാളികളോട്, മലയോര കർഷകരോട് കഴിഞ്ഞ 5-8 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മനുഷ്യത്വരഹിതമായ അവരുടെ തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ, ഈ സർക്കാരിന്റെ മുന്നിൽ ആ മലയോര കർഷകർക്ക് തുറന്നു കാണിക്കാനുള്ള അവസരം പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കേരളത്തിൽ ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എംഎൽഎഷിപ്പ് രാജിവെച്ചത്. നമുക്കറിയാം, ഒരാഴ്ച മുമ്പാണ് രാധയെ പിടികടിച്ചത്. ഈ ഒരു മാസം 11ഓളം ആളുകളാണ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയമായ 2025 ജനുവരി കേരളത്തിൽ കടന്നുപോയത്. എന്താണ് സ്ഥിതി? എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്കറിയാം. 1972 വന്യമൃഗ സംരക്ഷണ നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ നിയമത്തിന്റെ അടിസ്ഥാനപരമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 11(1)A എന്ന് പറയുന്ന ആ സെക്ഷനിൽ പറയുന്നത് എന്താണ്? വന്യമൃഗങ്ങൾ തെറ്റുപെരുകി മനുഷ്യരെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ 11(1)A അധികാരം നൽകുന്ന നിയമം തന്നെ ഈ പറയുന്ന നിയമത്തിന്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തിൽ ഇന്ന് വരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ നിയമമുണ്ട് എന്ന് പറയുന്നത് പുൽപ്പള്ളിയിൽ രാധയെ ഈ പുലി കടിച്ചു കൊല്ലുമ്പോഴാണ്. ജനങ്ങളുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ, ദോഷത്തിന് മുമ്പിൽ അവസാനം കേരളത്തിലെ മന്ത്രിക്ക്, വനമന്ത്രിക്ക് ഉത്തരവിടേണ്ടി വന്നു ആ പുലിയെ വെടിവെച്ച് കൊല്ലാൻ. അപ്പോഴാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന്. അപ്പോഴാണ് ആ ചർച്ച വരുന്നത്. ഈ നിയമം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 55 വർഷമായിട്ടുണ്ട്. കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ഇത്തരം മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. 11(1)A ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രം അതില്ല. കേരളത്തിൽ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ചീഫ് വൈൽഡ് വാർഡനാണ്. ആരാണ് ഉത്തരവ് കൊടുക്കേണ്ടത്? കേരളത്തിലെ വനം മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ്. എന്തുകൊണ്ടാണ് ഈ തീരുമാനമെടുക്കാത്തത്? 6 മാസം മുമ്പ് നടന്ന നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്. വയനാട്ടിലെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ പിന്നാലെ കൂടി വീട്ടിന്റെ അകത്തേക്ക് ഓടിക്കേറുമ്പോൾ ചവിട്ടിപ്പൊളിച്ചു വന്ന് ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായി ചവിട്ടിക്കൊല്ലുന്നത് കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ വയനാടിന്റെ MLA നിലക്ക് അവതരിപ്പിച്ചത് സിദ്ദീഖായിരുന്നു. ആ സിദ്ദീഖിന്റെ ആ അവതരണത്തിന്റെ മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ വന്യജീവി വകുപ്പ് മന്ത്രി പറഞ്ഞ മറുപടി ഈ ഇന്ത്യൻ ജനങ്ങളും പത്രക്കാരും കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ കേരളത്തിന്റെ വന്യജീവി സംരക്ഷണ മന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കേരളത്തിലെ വന്യജീവി മന്ത്രിക്കില്ല എന്ന് പച്ചയായ അഹങ്കാരത്തോടുകൂടി പറയാൻ തന്റെ ഇടമുള്ള ഒരു മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. രാധ മരിച്ച് ജനങ്ങൾ ബഹളം വെക്കുമ്പോ കേരളത്തിന്റെ 3.5 കോടി മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇതേ മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് ഒരു അന്തർദേശീയ ഫാഷൻ ഷോ കമ്പനിക്ക് വേണ്ടി പരസ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു ഗാനമേള പരിപാടിയിൽ ഈ മന്ത്രി പാട്ടുപാടുകയാണ്. എന്താണ് ഇതെന്ന് കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് കേരളത്തിന്റെ വസ്തുത.
ഈ വന്യജീവി പ്രശ്നം മലയോരത്ത് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നഗരപ്രദേശങ്ങളിലേക്കും ഈ ജീവികളുമായി ബന്ധപ്പെട്ട വന്യമൃഗങ്ങൾ കടന്നു വരികയാണ്. കുരങ്ങിന്റെ ശല്യം കൊണ്ട് തിരുവനന്തപുരത്ത് എത്ര ലക്ഷം ആളുകൾ പ്രയാസത്തിലുണ്ട്. ഈ അങ്ങാടിയിൽ സെക്രട്ടേറിയറ്റിന്റെ മുകളിൽ പോലും കുരങ്ങാണ്. കോഴിക്കോട് ടൗണിൽ കുരങ്ങാണ്. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കുരങ്ങാണ്. ഹൈക്കോടതിയുടെ പ്രവർത്തനം പോലും പല ഘട്ടങ്ങളിൽ നിർത്തിവെക്കേണ്ടി വരുന്നു. കുരങ്ങിന്റെ ശല്യം മൂലം ജനലുകളും വാതിലുകളും അടച്ചിട്ടുകൊണ്ട് കേരളത്തിന്റെ ഹൈക്കോടതി പ്രവർത്തിപ്പിക്കേണ്ട ഗതികളിലേക്ക് ഈ നാട് പോവുകയാണ്. ആരാണ് നിയന്ത്രിക്കേണ്ടത്? ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും അമേരിക്കയും യൂറോപ്പും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുള്ള കാനഡ അടക്കം ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ എണ്ണത്തിൽ വർധന വരുമ്പോൾ വെട്ടിവെച്ചു കൊല്ലാൻ നിയമം അനുശാസിക്കുന്നു. ലോകത്തെ ഡെവലപ്ഡ് കൺട്രീസിലടക്കം ഓരോ വർഷവും ഇതിന്റെ എണ്ണം ഇവാലുവേറ്റ് ചെയ്യുന്നു. അവർക്ക് ജീവിക്കാനുള്ള പ്രദേശത്തിലധികം എണ്ണം വർദ്ധിച്ചാൽ വെടിവെച്ചു കൊല്ലാൻ അധികാരം നൽകുന്നു. ഏറ്റവും കൂടുതൽ ലോകത്ത് കങ്കാരുള്ള ഓസ്ട്രേലിയയിൽ കങ്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവിടുത്തെ യൂത്ത് ക്ലബുകൾക്ക് ആയുധം നൽകുന്നു ഗവൺമെന്റ്. വെടിവെക്കാൻ അവകാശം നൽകുന്നു ഗവൺമെന്റ്. ഒരു കങ്കാരുവിനെ വെടിവെച്ച് ഫോറസ്റ്റിൽ എത്തിച്ചാൽ $100 അവർക്ക് പാരിതോഷികം നൽകുന്നു ഈ പറയുന്ന ഓസ്ട്രേലിയൻ ഗവൺമെന്റ്. ഇതാണ് ലോകത്ത് നടക്കുന്നത്. 1972 ഒരു നിയമമുണ്ടാക്കി 55 വർഷം കഴിയുകയാണ്. ഈ വന്യമൃഗങ്ങൾ മുഴുവൻ പെറ്റുപെരുകി അവർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം എണ്ണവർദ്ധനവുണ്ടായി മനുഷ്യരിലേക്ക് ഇവർ കടന്നു വരികയാണ്. ആവാസ വ്യവസ്ഥയെ കുറിച്ച് പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ വനം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ കാണും സ്വാഭാവിക വനങ്ങൾ കേരളത്തിൽ ഇല്ല. ഇവര് വെച്ചുപിടിപ്പിച്ച തേക്കും അക്കേഷ്യയും മാത്രമാണ്. ഭൂമിയിൽ ഉണ്ടാകുന്ന മുഴുവൻ വെള്ളവും വലിച്ചെടുക്കുന്ന വിദേശ മരങ്ങളാണ് ഈ ഫോറസ്റ്റിൽ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാത്ത മൃഗങ്ങൾ കുടിവെള്ളം മുട്ടിയിരിക്കുന്ന ഫോറസ്റ്റിനകത്തുണ്ടായിരുന്ന സ്വാഭാവിക അരുവികൾ പലതും തീർന്നു പോയിരിക്കുന്നു. ആളുകൾ വെള്ളം കുടിച്ചിരിക്കുന്ന പല കുളങ്ങളും പൂർണ്ണമായും തീർന്നു പോയിരിക്കുന്നു. ഒന്നുപോലും പുനരുദ്ധരിക്കാനോ ഈ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. സമ്മർദ്ദമുണ്ടാക്കിയ മനുഷ്യരുടെ ഇടയിലേക്ക് ഈ മൃഗങ്ങൾ വരുമ്പോൾ പശ്ചിമഘട്ട മലബാരത്തിൽ നിന്ന് ജനങ്ങള് നിർബന്ധിത സാഹചര്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. കിട്ടുന്ന വിലക്ക് ജീവനം കൊണ്ടോടുന്ന മനുഷ്യരെയാണ് ഈ മലമുകളിൽ മുഴുവൻ നമുക്ക് കാണാനുള്ളത്. ആ സാഹചര്യം ഒരുക്കുന്ന പണിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ എന്ത് പ്രവൃത്തി നടന്നാലും ആ പ്രവൃത്തി സോഷ്യൽ ഓഡിറ്റിന് വിധേയമാണ്. ഈ നാട്ടിൽ റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൗൺസിലർക്ക് പോയി നോക്കാം. പറയുന്ന സിമന്റ് ഉപയോഗിക്കുന്നുണ്ടോ, കമ്പി ഉപയോഗിക്കുന്നുണ്ടോ, ഇവിടെ ഇരിക്കുന്ന പത്രമാധ്യമങ്ങൾക്ക് അത് അന്വേഷിക്കാം. അവിടെ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ വാർത്ത കൊടുക്കാം, പരാതി കൊടുക്കാം. ലോകത്തെല്ലാ ജനാധിപത്യ രാജ്യത്തെയും സിസ്റ്റമാണ്. എന്നാൽ കേരളത്തിൽ ഇന്ത്യയിൽ ഫോറസ്റ്റിന്റെ അടുത്തുകൂടെ പോയാൽ കേസെടുക്കും. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന ബോർഡുകളാണ് ഫോറസ്റ്റിന്റെ അതിർത്തി മുഴുവൻ. ലോകത്തൊരു രാജ്യത്തുമില്ല. കോടിക്കണക്കിനായ പണം ഈ ഫോറസ്റ്റിന്റെ അകത്ത് ചെലവഴി നടത്തുന്നു എന്ന് കണക്കിൽ കാണിക്കുകയല്ലാതെ കോടിക്കണക്കിന് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഫോറസ്റ്റിന്റെ കണക്ക്. 8 മാസമായി ഞാനൊരു വിവരാവകാശം കൊടുത്തിട്ട് 2016 ശേഷം കേരളത്തിൽ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ എത്രയാണ്, അതിൽ എത്ര മരം നിലനിൽക്കുന്നുണ്ട്, എത്ര കോടി രൂപ ചെലവഴിച്ചു, എത്ര കുളമാണ് ഫോറസ്റ്റിന്റെ അകത്ത് കുത്തിയിട്ടുള്ളത്, എത്ര കയ്യാലകളാണ് നിർമ്മിച്ചിട്ടുള്ളത്, എത്ര ചെറുതടയണകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5-8 മാസമായി കൊടുത്ത ഒരു MLA എന്ന നിലയ്ക്ക് ഞാൻ കൊടുത്തിരുന്ന വിവരാവകാശത്തിന് പോലും മറുപടിയില്ല. കാരണം ഇതിൽ മുക്കാപ്പത്തും കൊള്ളയടിക്കപ്പെടുകയാണ്. ആരന്വേഷിക്കാൻ, ആർക്ക് പോകാൻ? ലോകത്തുള്ള എല്ലാ ഫോറസ്റ്റുകളിലേക്കും മനുഷ്യർക്ക് കടന്നു പോകാനും ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കാനും ആ ഫോറസ്റ്റിലെ ഓക്സിജനും മറവാനുമുള്ള അനുവാദം ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ഫോറസ്റ്റിന്റെ അകത്തുകൂടെ പോകാൻ നമുക്ക് അനുമതിയില്ല. ഒരു കൊള്ള സംഘത്തിന്റെ കയ്യിൽ ഈ ഫോറസ്റ്റ് മുഴുവൻ അവരുടെ കൈകളിലാണ്. കോടികളാണ് ഉദ്യോഗസ്ഥന്മാർ സമ്പാദിക്കുന്നത്. ഒരാളോടും കണക്ക് പറയേണ്ടതില്ല. അവർക്ക് കണക്ക് പറയേണ്ടത് അവരുടെ മേലുദ്യോഗസ്ഥരോട് മാത്രം. കേരളത്തിലെ ജനങ്ങളോട് മറുപടിയില്ല. ഇന്ത്യയിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതില്ല.
നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ആ നിയമങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഫോറസ്റ്റിന് അമിതാധികാരം കൊടുക്കാറുണ്ടായിരുന്ന ഭേദഗതി ബില്ലാണ് സർക്കാരിന് ഈ സമരം കൊണ്ട് പിൻവലിക്കേണ്ടി വന്നത്. എന്നെ ജയിലിലടക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും ആ ജയിലിലടപ്പ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഈ നിയമസഭയിൽ വരുന്ന ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദിയായി മാറ്റിയതിന് പിണറായി വിജയനോട് എനിക്ക് നന്ദിയുണ്ട്. പിണറായി വിജയനോട് എനിക്ക് നന്ദിയുണ്ട്. ആ അറസ്റ്റും കാര്യങ്ങളുമാണ് എന്തുകൊണ്ടാണ് ഈ നിയമ ഭേദഗതി, എന്താണ് ഈ നിയമ ഭേദഗതി എന്ന് കേരളത്തിലെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകരും അത് ചർച്ചയുണ്ടാക്കി. നിയമസഭയിൽ നിന്ന് പിൻവലിച്ചപ്പോ ഈ പറയുന്ന ഫോറസ്റ്റ് മന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. എന്താ പ്രസ്താവന നടത്തിയത്? ഈ നിയമത്തിന്റെ ഭേദഗതിക്ക് അകത്ത് ഇത്രമാത്രം ജനവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇത് പിൻവലിക്കുന്നു. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പിൻവലിക്കുന്നു. ഒരു മന്ത്രി പറയാണ്. ആ പറഞ്ഞതിനർത്ഥം എന്താ? ഈ ബില്ല മന്ത്രി കണ്ടിട്ടില്ല, ഈ മന്ത്രിസഭ ചർച്ച ചെയ്തിട്ടില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എന്താണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ നിയമസഭയിൽ വന്നുകൊണ്ട് ഒരാഴ്ച മുമ്പ് കേരളത്തിന്റെ ഫോറസ്റ്റ് മന്ത്രി പറയുന്നത് ഇതിൽ ഒരുപാട് ജനവിരുദ്ധ നിയമങ്ങളുണ്ട്, ഭേദഗതികളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പിൻവലിക്കുകയാണ്. ഇതാണ് സഹോദരന്മാരെ കേരളത്തിലെ മന്ത്രിസഭയുടെ സ്ഥിതി. ഒരു ചർച്ചയില്ല. ചായ കുടിച്ച് പിരിയുക എന്നതിനപ്പുറം ഒരു ഫയലും ഒരു മന്ത്രിയും കാണുന്നില്ല. ഒരു മന്ത്രിക്കും സ്വന്തം ഫയലിനെ കുറിച്ച് പറയാൻ, ഒന്ന് ചർച്ച ചെയ്യാനുള്ള അധികാരമില്ല, തന്റേടമില്ല. മുഖ്യമന്ത്രി വന്നിരിക്കുന്നു, മന്ത്രിമാരിരിക്കുന്നു, ഒരു 10 മിനിറ്റ് സ്വല പറയുന്നു, തമാശ പറയുന്നു, ഈ പറയുന്ന 2-3 കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു, ചായ കുടിക്കുന്നു, പിരിയുന്നു. അല്ലേ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മൊത്തത്തിൽ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിയുമോ? ഈ പറയുന്ന വനബില്ല് കേരളത്തിലെ മലയോര കർഷകരുടെ രക്ഷകൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ എംപിയുടെ എമ്മിന്റെ മന്ത്രിമാര് ഇരുന്നാണ് പാസ്സാക്കുന്നത്. CPIയുടെ വലിയ എന്താ പറയാ 4 മന്ത്രിമാരിരിക്കുന്ന സദസ്സിലാണ് പാസ്സാക്കുന്നത്. വനമന്ത്രി ഇതൊന്നും കാണുന്നില്ല. ആ മന്ത്രിസഭയിൽ ഇരുന്നത് പാസ്സാക്കി ഇതിന്റെ കരട് പബ്ലിഷ് ചെയ്ത് കേരളത്തിന്റെ നിയമമാക്കാൻ പാസ്സാക്കാൻ കൊണ്ടുവരാൻ ഒപ്പിട്ട പാർട്ടിയുടെ പേരാണ് കേരളത്തിലെ മലയോര കർഷകരുടെ പാർട്ടി എന്ന് പറയുന്ന കേരള കോൺഗ്രസ് എന്ന്. മനസ്സിലാകുന്നവർക്ക് മലയോര കർഷകർ പ്രതിഷേധിച്ചപ്പോഴാണ് പിന്നെ പുറത്തേക്കിറങ്ങുന്നത്. എന്നിട്ടും ജോഷിക്ക് മുഖ്യമന്ത്രിയെ പോയി കാണാൻ കഴിയില്ല. എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു, എല്ലാവരെയും കൂട്ടിയിട്ട് പോയി കാണണം. എന്താ മറുപടി? നോക്കാം. ഒന്നും നോക്കിയിട്ടില്ല. ഒരു ചുക്കും നടക്കുമായിരുന്നില്ല. ആ നിയമം ഇവിടെ പാസ്സാക്കപ്പെടുമായിരുന്നു. നിങ്ങൾക്കറിയോ കേരളത്തിൽ 44 പുഴകളുണ്ട്. ആ പുഴകളുടെ അവകാശം ആർക്കാണ്? തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിലൂടെ ഒഴുകിപ്പോകുന്ന ഏത് വാട്ടർ സ്രോതസ്സാണെങ്കിലും ആ വാട്ടർ സ്രോതസ്സിന്റെ അവകാശം കോർപ്പറേഷൻ പരിധിയിലാണ്, കോർപ്പറേഷനകത്താണ്. അത് കഴിഞ്ഞ് ആറ്റിങ്ങലിലേക്ക് പോയാൽ ആറ്റിങ്ങൽ പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലൂടെ ഒഴുകുന്ന വാട്ടർ സ്രോതസ്സുകളുടെ അവകാശമാർക്കാണ്? അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. ഇവിടുത്തെ പഞ്ചായത്തുകൾക്കാണ്, മുനിസിപ്പാലിറ്റിക്കാണ്, കോർപ്പറേഷനാണ്. ആ അധികാരമാണ് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത്. നിങ്ങൾക്കറിയോ കേരളത്തിലെ മുഴുവൻ പുഴകളും ആരംഭിക്കുന്നത് എവിടുന്നാണ്? അതാണ് ന്യായം. പുഴകൾ ആരംഭിക്കുന്നത് മുഴുവൻ ഫോറസ്റ്റിൽ നിന്നാണ്. നമുക്കറിയാം. കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പറയും, അല്ലേ? അപ്പോ ഈ പുഴകളുടെ വാട്ടർ സോഴ്സുകളുടെ സ്രോതസ് ആരംഭിക്കുന്നത് ഫോറസ്റ്റിലായതുകൊണ്ട് ആ ഒഴുകിപ്പോയി അറബിക്കടലിലെത്തുന്നത് വരെ ആ വാട്ടർ സോഴ്സിന്റെ അധികാരം ഞങ്ങൾക്ക്. 2 ഭേദഗതി ഈ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു തുള്ളി വെള്ളം ഈ വാട്ടർ സോഴ്സിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ. ഒരു പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതികൾ മുഴുവൻ ഈ പുഴകളെയും തോടുകളെയും ആശ്രയിച്ചാണ് കേരളത്തിൽ ഇത്രയെങ്കിലും കുടിവെള്ളം കിട്ടുന്നത്. ഒരു
ഒരു കുളം കുത്താൻ സാധിക്കുമോ പുഴക്കരികിലെ പഞ്ചായത്തിന്? ഇവിടുത്തെ കാർഷിക മേഖല ഇന്ന് ഇത്രയെങ്കിലും നിലനിൽക്കുന്നത് ഇവിടുത്തെ കരാറുകൾ വഴി വരുന്ന ചെറു ഡാമുകളിലെ വെള്ളം കൊണ്ടാണ്. ആ അധികാരം കൂടി ഈ കർഷകന്മാരുടെ കയ്യിലെത്തിയാൽ കുടിവെള്ളം കിട്ടാത്ത നാടായി കേരളം മാറുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് സംസ്ഥാന വനനിയമ ഭേദഗതിയാണ്. കേന്ദ്രത്തിന്റെ യാതൊരു നിർദ്ദേശവുമില്ല. ഇന്ത്യയിലെ 129 സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു നിയമമില്ല. കേരളത്തിലെ കുടിവെള്ളം പോലും ഇവരുടെ കസ്റ്റഡിയിലാക്കാൻ നടത്തിയ ഗൂഢമായ ശ്രമം ഈ കാർഷിക മേഖല തകരുമായിരുന്നു. ഇന്ന് റേഷൻ ഷോപ്പുകളിൽ നിന്ന് അരിയും പഞ്ചസാരയുമാണ് നമുക്ക് ലഭ്യമാകുന്നതെങ്കിൽ നാളെ സർക്കാരിന്റെ ഡിസ്കൗണ്ടിൽ 20 ലിറ്റർ വെള്ളം കേരളത്തിലെ റേഷൻ ഷോപ്പുകളിൽ വിൽക്കുന്ന അവസ്ഥയിലേക്ക്, പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കുന്ന നിയമ ഭേദഗതിയായിരുന്നു. അതിന്റെ പിന്നീടുള്ള പിൻബലം സ്വാഭാവികമായും നിങ്ങൾക്കറിയാം, ജനങ്ങൾ എതിർക്കും, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. ഇന്ന് പോലീസിന് ഫോറസ്റ്റിനുള്ള അധികാരം പരിമിതമാണ്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൽ ഇടപെടാൻ അധികാരവുമില്ല. ഇവിടെ ഒരു സമരം നടന്ന പ്രശ്നമുണ്ടായാൽ ഫോറസ്റ്റ് അധികാരികൾ പോലീസിൽ കേസ് കൊടുത്ത് ആ പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് വേണം നടപടി സ്വീകരിക്കാൻ. ഇതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥ. ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത വിധം കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് CRPCയുടെയും IPCയുടെയും അധികാരം നൽകുന്ന നിയമവ്യവസ്ഥയാണ് രണ്ടാമത്തെ ഭേദഗതി. നിങ്ങൾക്കറിയൂ, ഒരു സമരം നടത്താൻ സാധിക്കുമോ? ഫോറസ്റ്റിന്റെ ഓഫീസറുടെ മുഖത്തേക്ക് എന്തിനേറെ പറയുന്ന താൽക്കാലിക വാച്ചർക്ക് പോലും ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അധികാരമാണ് നൽകിയത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടായിട്ടില്ല. ഈ തിരുവനന്തപുരം ജില്ലയിലും 4-5 മണ്ഡലങ്ങളുണ്ടല്ലോ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒരു പ്രതികരണം നടത്താൻ നമുക്ക് സാധ്യമാകില്ല. അതായിരുന്നു അടുത്ത നിയമ ഭേദഗതി. അറസ്റ്റ് ചെയ്യുന്നവരെ കോടതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധമായ നിയമമായിരുന്നു നേരെ കൊണ്ടുപോകേണ്ടത് അവരുടെ സീനിയർ ഓഫീസറുടെ മുന്നിലേക്കാണ്. റിമാൻഡ് ചെയ്യാനുള്ള അധികാരം ഈ സീനിയർ ഓഫീസർക്ക് കൊടുക്കുന്നു, DFO മുതൽ മേലോട്ട്. ഈ നിയമമാണ് ഇവിടെ പാസ്സാക്കാൻ പോയത്. അറിയോ നിങ്ങൾക്ക്? മിണ്ടിയ പ്രതിപക്ഷം, ഈ പറയുന്ന പ്രതിപക്ഷം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതോടുകൂടി ആ സമരം ഏറ്റെടുത്ത് രംഗത്തേക്ക് ഇറങ്ങി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ മലയോര മേഖലയിൽ ആകെ ജാഥ നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവിന് പോലും ഈ കരട് ബില്ലിന്റെ കോപ്പി കൊടുക്കാത്ത ചരിത്രം കേരളത്തിലാക്കുന്നതായിട്ടാണ്. ഒരാൾക്കും കൊടുത്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ 140 MLA-മാർക്കും ഈ അമെന്റ്മെന്റിന്റെ കോപ്പി കൊടുക്കണം. ഇത്ര വലിയൊരു വിഷയമായതുകൊണ്ട് കേരളത്തിലെ പത്രങ്ങളിൽ പരസ്യം ചെയ്യണം, ജനങ്ങളുടെ പരാതി സ്വീകരിക്കണം. കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ കണ്ണുകെട്ടി എന്താ പറഞ്ഞത്? ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗസറ്റിൽ അത് കാണണമെങ്കിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. ഇംഗ്ലീഷിലാണ് പബ്ലിക്കേഷൻ, മലയാളത്തിൽ പബ്ലിക്കേഷൻ ഇല്ല. ഈ മലയോര മേഖലയിലെ പാവപ്പെട്ട എത്ര കർഷകർക്ക് ഇംഗ്ലീഷ് വായിച്ചത് മനസ്സിലാക്കാൻ സാധിക്കും? അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തന്നെ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതികൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് ചില ലീഗൽ ടേംസ് അറിഞ്ഞാൽ പോരാ. അപ്പോ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ, ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെ, ഭരണകക്ഷിയിലെ മുഴുവൻ ആളുകളെ കണ്ണ് കെട്ടിക്കൊണ്ട് നടപ്പിലാക്കാൻ പോയ നിയമമാണ് ഇപ്പോൾ ഈ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മലയോര കർഷകരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പോക്ക് അത് മലയോര കർഷകരുടെ വിഷയമാണെന്ന് എഴുതി തള്ളുന്ന കേരളത്തിന്റെ ജനത, ആ ജനതയെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുകയാണ്. ഇന്നലെ ഇടുക്കിയിൽ കേരളത്തിലെ 62 സംഘടനകളുടെ നേതാക്കന്മാരാണ്, കർഷക സംഘടനയുടെ നേതാക്കന്മാരാണ് ഒരുമിച്ച് കൂടിയത്. കേരളത്തിലെ മലയോര വിഷയം പോലെ തന്നെ കേരളത്തിലെ കടലോര പ്രശ്നവും ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. കേരളത്തിലെ കടലോരം ഈ പശ്ചിമഘട്ട മലയോരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയം പോലെ തന്നെ അനുഭവിക്കുന്നവരാണ് ലക്ഷക്കണക്കിന് വരുന്ന
ഈ കടലോരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ. നമുക്കറിയാം എന്താ വിഷയം. ഇവിടുത്തെ വന നിയമമാണെങ്കിൽ അവിടെ സിയാർസെറ്റ് നിയമങ്ങളാണ്. ഒരു കെട്ടിടം കെട്ടാൻ ഒരു നിവൃത്തിയുമില്ല. നിലവിലുള്ള ആശുപത്രിക്ക് ഒരു കക്കൂസിന്റെ കുഴി കുഴിക്കാൻ നിർവാഹമില്ല. നിലവിലുള്ള സ്കൂളുകൾക്ക് അവരുടെ ക്ലാസ് മുറിയൊന്ന് വലുതാക്കാൻ നിവൃത്തിയില്ല. ഒരു മെയിന്റനൻസ് ചെയ്യാൻ നിവൃത്തിയില്ല. 5 സെന്റുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് എവിടെന്നെങ്കിലും കടം വാങ്ങി ഒരു കൂര വെച്ച് കെട്ടാം എന്ന് വിചാരിച്ച് അതിന്റെ പ്രവൃത്തി തുടങ്ങിയാൽ അവിടെ പോലീസ് ഒന്ന് തടുക്കും. മുനിസിപ്പാലിറ്റി വരും, കോർപ്പറേഷൻ വരും, പഞ്ചായത്ത് വരും. മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന സിആർസെറ്റ് നിയമങ്ങൾ ഇവിടെ പോലും കേരളത്തിലെ ജനങ്ങൾ. കേരളം എന്ന് പറയുന്നാൽ നമ്മുടെ സംസ്ഥാനം ഒരു നേർരേഖയാണ്. കിഴക്കോട്ട് പോയാൽ പശ്ചിമഘട്ടമാണ്, മുഴുവൻ ഫോറസ്റ്റ്, ഒരു നിവൃത്തിയില്ല. പടിഞ്ഞാറോട്ട് വന്നാൽ ഈ പറയുന്ന കടലോരം 620 കിലോമീറ്റർ, അവിടെയും മനുഷ്യർക്ക് ജീവിക്കാൻ മാർഗമില്ല. കേരളത്തിന്റെ നടുറോഡിൽ വീട് വെച്ച് ജീവിക്കേണ്ട ഗതികേടിലേക്ക് നിയമങ്ങളുടെ നൂലാമാലകൾ കൊണ്ട് മനുഷ്യരെ പൊറുതിമുട്ടിക്കുന്ന നിയമം. ഞാൻ ഈ വന നിയമത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സിആർസെറ്റ് നിയമങ്ങളും. അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഹൈക്കോടതിയുടെ മുന്നിൽ പോലും നിങ്ങൾക്ക് കൊച്ചിയിൽ കാണാം. വെള്ളത്തിൽ ഇറക്കി വെച്ച 20 നിലയും 25ഉം 30 നിലയുള്ള കെട്ടിടങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജനിച്ചു വീണ മണ്ണാണ് കടലോരം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്. അവർക്ക് 5 സെന്റ് വീട് വെക്കാൻ ഒരു നിവൃത്തിയില്ല. ഇതെന്ത് നിയമം? ഇതേത് നിയമം? ഇതിനെന്ത് നീതി? ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ലോകത്തെ ഡെവലപ്മെന്റ് കൺട്രീസിൽ മുഴുവൻ ഇത് കെട്ടിട നിർമ്മാണം നടക്കുന്ന കടലിലാണ്. ദുബായിൽ പോയ പലരും ഉണ്ടാകുന്നു. ഇവിടെ തൊട്ടടുത്ത രാജ്യമാണ്. 100 കണക്കിന് കെട്ടിടങ്ങളാണ് കടൽ തീർത്തുണ്ടാക്കുന്നത്. എന്തിനാണ് പറയുന്നത്? തൊട്ടടുത്ത നമ്മുടെ മാലിദ്വീപ്സ് 500 കിലോമീറ്റർ ഇവിടെ. അവിടെ ടൂറിസത്തിന് വേണ്ടി ടൂർ പോയ പലരും ഉണ്ടാകും. സകല കെട്ടിടങ്ങളും കടലിലാണ്. ഏറ്റവും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ തൊട്ടടുത്ത രാജ്യം, ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ശ്രീലങ്ക 10,000 ഹെക്ടറാണ് കടൽ തൂർത്തിരിക്കുന്ന ഒരു ചൈനീസ് കമ്പനി. ആ നഗരത്തിന്റെ കുഴിക്കഴിക്കാൻ ഈ പറയുന്ന കൊളംബോ നഗരത്തിന് ചുറ്റി നിൽക്കുന്ന ഒരു കടലാണ്. ജനസാന്ദ്രത അങ്ങേയറ്റമാണ്. അവിടെ നഗരത്തിൽ ഈ സ്ഥിരമില്ല. ഒരു ചൈനീസ് കമ്പനി വരുന്ന ഗവൺമെന്റുമായി കോൺട്രാക്ട് ഉണ്ടാക്കുന്നു. 10,000 ഹെക്ടർ കടൽ തൂർത്ത് കടലിലാണ് 1000 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ടൂറിസത്തിന്റെ ഭാഗമായും ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും കടലിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോ കേരളത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് 5 സെന്റിൽ 2 സെന്റിൽ ഒരു കുടിൽ കെട്ടാൻ ഈ സർക്കാർ അനുവാദം നൽകുന്നില്ല. ഈ കേന്ദ്ര വന നിയമം പോലെ തന്നെ സംസ്ഥാന വന നിയമം പോലെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ, ഈ സിആർസെറ്റ് നിയമങ്ങളിൽ പ്രാദേശികമായി ഇടപെടാനുള്ള അധികാരം കേന്ദ്രം നൽകുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇന്നലെ ചേർന്ന ഈ കർഷക സംഘങ്ങളുടെ യോഗത്തിൽ ഈ പറയുന്ന സിആർസെറ്റ് മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇത് കേരളത്തിന്റെ ഒരു പൊതുവായ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് വരാനിരിക്കുന്ന നാളിൽ അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തി ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ നിയമങ്ങളിൽ മാറ്റം വരുത്താനും ഭേദഗതി വരുത്താനും പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കാനും ഇവിടുത്തെ മുൻധാരണ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിന് ടിഎംസി നേതൃത്വം നൽകുകയാണ്. അതിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ജനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നിയമങ്ങൾ രാജ്യത്തിന്റെ നിയമസഭയിലും രാജ്യത്തിന്റെ പാർലമെന്റിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനമുന്നേറ്റം ഞങ്ങൾ നടത്തുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യരുടെയും പിന്തുണയും സഹായവും രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഈ ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കൾക്കും സുഹൃത്തുക്കൾക്കും പത്രമാധ്യമ പ്രവർത്തകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ വ്യക്തിപരമായ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.